ഹലോ മക്കളെ, നമ്മൾ ഇക്വിലിബ്രിയത്തിൽ കെമിക്കൽ ഇക്വിലിബ്രിയം കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്തു. ഇക്വിലിബ്രിയത്തെ തന്നെ രണ്ടായിട്ട് തിരിച്ചിരിക്കുക, കെമിക്കൽ ഇക്വിലിബ്രിയം എന്നും അയോണിക് ഇക്വിലിബ്രിയം എന്നും. കെമിക്കൽ ഇക്വിലിബ്രിയം വളരെ കുറഞ്ഞൊരു ടോപ്പിക്കായിരുന്നു, വളരെ കുറച്ചേ ഉള്ളായിരുന്നു. എന്താണ് ഇക്വിലിബ്രിയം എന്നൊന്ന് മനസ്സിലാക്കി എടുത്തത് മാത്രമേ ഉള്ളൂ. എന്നാൽ അയോണിക് ഇക്വിലിബ്രിയത്തിലാണ് കൂടുതലായിട്ടും പ്രോബ്ലംസ് വരുന്നത്. നമുക്ക് ആവശ്യമുള്ള കൂടുതൽ ഏരിയാസ് അയോണിക് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ നമ്മളിന്ന് അയോണിക് ഇക്വിലിബ്രിയത്തിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് ഇലക്ട്രോലൈറ്റ്. നിങ്ങൾക്കറിയാം, ഉപ്പ് കഷ്ണത്തിലൂടെ ഉപ്പിൻ്റെ ഒരു പീസ് എടുത്ത് വെച്ചാൽ അതിലൂടെ കറണ്ട് കടത്തിവിടാൻ ശ്രമിച്ചാൽ ഒരിക്കലും ആ ഉപ്പിൻ്റെ പീസിലൂടെ കറണ്ട് കടന്നു പോകത്തില്ല. ഏതൊരു സബ്സ്റ്റൻസ് ആയാലും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കറണ്ടിനെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഇലക്ട്രോൺസ് ഉണ്ടാകണം, അല്ലെങ്കിൽ അയോൺസ് ഉണ്ടാകണം. അപ്പോൾ ഒരു സബ്സ്റ്റൻസ് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുകയാണെങ്കിൽ ആ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടർ. അങ്ങനെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകണം, അല്ലെങ്കിൽ ഫ്രീ അയോൺസ് ഉണ്ടാകണം. നമുക്കറിയാം, എല്ലാ മെറ്റൽസും നല്ലൊരു കണ്ടക്ടറാണ്. കോപ്പറും സിൽവറും അയണും എല്ലാം നല്ല കണ്ടക്ടേഴ്സാണ്. ഇവരൊക്കെ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ കാരണം അതിനകത്ത് ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. ഇതേപോലെ നമ്മൾ ഉപ്പുവെള്ളം എടുക്കാറുണ്ട് അല്ലേ? ഉപ്പുവെള്ളം ഉപയോഗിക്കാറുണ്ട് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാനായിട്ട്. ആ ഉപ്പുവെള്ളം എങ്ങനെയാണ് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നത്? അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉപ്പ് പരലെടുത്ത് അതിലൂടെ കറണ്ടിനെ കടത്തിവിടാൻ ശ്രമിച്ചാൽ അതിലൂടെ കറണ്ട് കടന്നു പോകില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവിടെ കറണ്ട് കടന്നു പോകാത്തത്? അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിലിടുന്ന സമയത്ത് എന്തുകൊണ്ട് കറണ്ട് കടന്നു പോകുന്നു? ഓക്കെ, അതിനെക്കുറിച്ചൊന്ന് പറയാനായിട്ട് എന്താ നോക്കിയേ, നമ്മുടെ സോഡിയം ക്ലോറൈഡാണ് ഉപ്പ്. സോഡിയം ക്ലോറൈഡ് വെള്ളത്തിലിടുന്ന സമയത്ത് ഇത് Na+ഉം Cl- അയോണുകളായിട്ട് മാറുന്നു. എന്തൊക്കെയായിട്ട് മാറുന്നു? Na+, Cl- അയോണുകളായിട്ട് മാറുന്നു. അതേ സമയത്ത് അത് സോളിഡ് സ്റ്റേറ്റിലിരിക്കുമ്പോൾ അവിടെ അയോണില്ല, ഫ്രീ ഇലക്ട്രോൺസ് ഒന്നുമേ ഇല്ല. പക്ഷേ വെള്ളത്തിലിടുമ്പോൾ അതെന്തായിട്ട് മാറുകയാണ്? അയോണുകളായിട്ട് മാറുകയാണ്. ഈ അയോണിൻ്റെ പ്രസൻസിൽ ഒരു സബ്സ്റ്റൻസ്, ഒരു സൊല്യൂഷൻ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടും. ഇലക്ട്രിസിറ്റി അതിലൂടെ കടന്നു പോകും. അപ്പോൾ അക്വസ് സൊല്യൂഷനിൽ അല്ലെങ്കിൽ വാട്ടറിൻ്റെ പ്രസൻസിൽ ഡീകോമ്പോസിഷന് വിധേയമായാൽ ആ സബ്സ്റ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. അപ്പം നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമെങ്കിൽ ആ സൊല്യൂഷനെ വിളിക്കുന്നു ഇലക്ട്രോലൈറ്റ്. അത് നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഒരു സൊല്യൂഷനിലൂടെ, ഒരു ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു സബ്സ്റ്റൻസിലൂടെ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാൻ പറ്റുമെങ്കിൽ ആ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. ഇപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് അതിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നതെന്ന്. വെള്ളത്തിലിടുന്ന സമയത്ത് ഈ സബ്സ്റ്റൻസ് ഡീകമ്പോസ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? അയോണുകളായിട്ട് മാറുന്നു. അക്വസ് മീഡിയത്തിൽ ഡീകോമ്പോസിഷന് വിധേയമാകുന്ന സബ്സ്റ്റൻസുകളെ വിളിക്കാം ഇലക്ട്രോലൈറ്റ് എന്ന്. ദ സബ്സ്റ്റൻസ് or substance which decomposes in aqueous medium, aqueous medium ഡീകമ്പോസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ് എന്ന്. ഉദാഹരണം, സോഡിയം ക്ലോറൈഡ് Na+ഉം Cl- ആയിട്ട് മാറുന്നു. അതേപോലെ NaOH വാട്ടറിലിടുന്ന സമയത്ത് വാട്ടറിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ അക്വസ് NaOH Na+ഉം OH- ആയിട്ട് മാറുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl വാട്ടറിൻ്റെ പ്രസൻസിൽ H+ഉം Cl- ആയിട്ട് മാറുന്നു. H2SO4 വാട്ടറിലിടുമ്പോൾ അത് 2H+ഉം SO4 2- അയോണായിട്ട് മാറുന്നു. ഓക്കെ ആണോ? അതേപോലെ സോഡിയം ക്ലോറൈഡ് പറഞ്ഞു, NaOH പറഞ്ഞു. അടുത്ത KOH വാട്ടറിൽ ഇടുന്ന സമയത്ത് ഇത് എന്തായിട്ട് മാറും? K+ഉം OH- ആയിട്ട് മാറും. ഈ സബ്സ്റ്റൻസ് എല്ലാം വാട്ടറിൽ അക്വസ് മീഡിയത്തിൽ ഡീകമ്പോസിഷന് വിധേയമാകുന്നത് കൊണ്ട് ഇവരെ വിളിക്കുന്ന പേരാണ്
ഇലക്ട്രോലൈറ്റ് ഡീകമ്പോസിഷന് വിധേയമാകുമ്പോൾ ഇവിടെ അയോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ അയോണുകളുടെ പ്രസൻസിലാണ് ഈ സബ്സ്റ്റൻസിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകാൻ കാരണം. ഇങ്ങനെ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്ന സബ്സ്റ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. ഞാൻ എഴുതിയിരിക്കുന്ന എക്സാമ്പിളുകളൊന്ന് നോക്കിയേ. ഇവിടെ എഴുതിയിരിക്കുന്ന സോഡിയം ക്ലോറൈഡ് ഒരു ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിളാണ്. ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ആസിഡാണോ? അല്ല. ബേസ് ആണോ? അല്ല. പിന്നെ എന്താണ്? സോൾട്ട് ആണ്. അപ്പോൾ സോൾട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഒരു സോൾട്ട് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾ ആണ്. എന്നാൽ NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് OH ഗ്രൂപ്പ് ഉണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ബേസ് ആണ്. അടുത്ത HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് അത് ആസിഡ് ആണ്. KOH അത് ബേസ് ആണ്. അപ്പോൾ ആസിഡ്, ബേസ്, എല്ലാ സോൾട്ടുകളും ഇവരെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരാം? ആസിഡ് വരാം, ബേസ് വരാം, സോൾട്ട് വരാം. ഓക്കെ ആണല്ലോ. ഇനി ഇലക്ട്രോലൈറ്റുകളെ രണ്ടായിട്ട് തിരിക്കുകയാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നും വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നും. അതിൽ ആദ്യത്തെ ഇലക്ട്രോലൈറ്റ് നമുക്ക് പഠിച്ചതിന് ശേഷം അടുത്തതിലോട്ട് പോകാം. ഇലക്ട്രോലൈറ്റിനെ രണ്ടായിട്ട് തിരിക്കുന്നു, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നും വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നും. ഉദാഹരണത്തിന് നമ്മുടെ സോഡിയം ക്ലോറൈഡ് ഞാനൊരു 10 മോളിക്യൂൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. സോഡിയം ക്ലോറൈഡ് എത്ര മോളിക്യൂൾ എടുക്കുകയാണ്? 10 മോളിക്യൂൾ എടുക്കുകയാണ്. ഈ 10 മോളിക്യൂൾ സോഡിയം ക്ലോറൈഡും വെള്ളത്തിലിടുന്ന സമയത്ത് 10 പേരും എന്തായിട്ട് മാറുകയാണ്? Na+ഉം Cl- ആയിട്ട് മാറുകയാണ്. അതേപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ഞാനൊരു 50 മോളിക്യൂൾ എടുത്തെന്ന് വിചാരിക്കുക. 50 മോളിക്യൂൾ എടുത്താൽ ആ 50 എണ്ണവും ഡിസോസിയേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? H+ഉം Cl- ആയിട്ട് മാറും. ഇതേപോലെ തന്നെയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH എത്ര മോളിക്യൂൾ എടുക്കുന്നോ അത് ഇത്രയും സ്പ്ലിറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? അയോണുകളായിട്ട് മാറും. അപ്പോൾ അയോണുകളായിട്ട് മാറാൻ കഴിവുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. ഇനി എടുക്കുന്ന സബ്സ്റ്റൻസും മൊത്തവും അയോണുകളായിട്ട് മാറിയാൽ അവരെ വിളിക്കുന്നു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന്. അതായത് കംപ്ലീറ്റ് അയോണൈസേഷന് വിധേയമായാൽ 10 പേരെടുത്താൽ 10 അയോണായിട്ട് മാറുക. അപ്പോൾ 10 പോസിറ്റീവും കിട്ടണം, 10 നെഗറ്റീവും കിട്ടണം. അയോണുകളുടെ എണ്ണം കൂടുവാണ് അല്ലേ? അപ്പോൾ 10 മോളിക്യൂൾ എടുത്താൽ 10 പോസിറ്റീവ് അയോണും 10 നെഗറ്റീവ് അയോണും. അല്ലാതെ 10 എണ്ണത്തിൽ 8 എണ്ണം മാത്രം ഡീകമ്പോസ് ചെയ്ത് പോവുമല്ല. നമ്മൾ പറയാറുണ്ട് ചില സമയം നമ്മൾ തുണിയൊക്കെ കഴുകുന്ന സമയത്ത് തുണിയുടെ എല്ലായിടവും വെള്ളം പറ്റത്തില്ല. അങ്ങനെയല്ല, മൊത്തം ഉണ്ടെങ്കിൽ ഒരു തുണി ഫുൾ ഉണ്ടെങ്കിൽ അതിൽ മൊത്തത്തിൽ വെള്ളത്തിൽ മുക്കുക, അല്ലെങ്കിൽ അത് മൊത്തം നനയുക. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എത്ര മോളിക്യൂൾ എടുക്കുന്നോ അത് ഇത്ര എണ്ണവും ഡീകമ്പോസിഷന് വിധേയമായാൽ ആ ഇലക്ട്രോലൈറ്റിനെ വിളിക്കുന്നു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന്. ഓക്കെ ആണല്ലോ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എല്ലാ മിനറൽ ആസിഡുകളും ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിളാണ്. അതായത് സ്ട്രോങ് ആസിഡുകളെല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അതേപോലെ സ്ട്രോങ് ബേസുകളായ NaOH, KOH ഇവരെല്ലാം എന്താണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളാണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് നമ്മൾ പറഞ്ഞു വെള്ളത്തിലിടുന്ന സമയത്ത് അയോണുകളായിട്ട് മാറുന്ന ആൾക്കാരെയാണ് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോലൈറ്റിനെ രണ്ടായിട്ട് തിരിച്ചു, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നും വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നും. നമ്മൾ പറയാറുണ്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്യണമെന്നില്ല. കുറേ പേര് നല്ല സ്പീഡിൽ വർക്ക് ചെയ്യും. അങ്ങനെയുള്ളവരെ നമ്മൾ പറയും അയാൾ സ്ട്രോങ് ആണ്. എന്നാൽ കൊടുക്കുന്ന പകുതി ജോലി മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെ പറയും അത് ഇച്ചിരി വീക്കാണ്, പുറവിലോട്ടാണ് എന്ന് പറയാറുണ്ടല്ലേ. അതേപോലെ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് അയോണായിട്ട് മാറുമെങ്കിൽ അവരെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നും ആണ് വിളിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് സ്ട്രോങ് ആസിഡുകൾ. സ്ട്രോങ് ആസിഡുകൾ ആരൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. സ്ട്രോങ് ബേസസ് ആരൊക്കെയാണ്? NaOH, KOH. പിന്നെ സോൾട്ടുകൾ. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസും തമ്മിൽ ചേരുന്ന സോൾട്ടുകളെല്ലാം സ്ട്രോങ് ആയിരിക്കും. അത് നമുക്കറിയാവുന്ന കാര്യം. സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസ്. ഉദാഹരണത്തിന് സ്ട്രോങ് ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സ്ട്രോങ് ബേസാണ് NaOH. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന സാധനമാണ് സോഡിയം ക്ലോറൈഡ്. ഈ കിട്ടുന്ന സോൾട്ടും എന്ത് തന്നെയായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിയേ, എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ്? ഉദാഹരണത്തിന് HCOOH. ഈ സാധനത്തിൻ്റെ പേരാണ് ഫോമിക് ആസിഡ്.
ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. റബ്ബർ പാൽ കട്ടിയാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അടുത്തൊരു ആസിഡാണ് CH3COOH, അസറ്റിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. അടുത്ത ഒരു ബേസാണ് NH4OH, അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇവരുടെ പ്രത്യേകത, ഞാൻ ഒരു 10 മോളിക്യൂൾ ഫോമിക് ആസിഡ് എടുത്തെന്ന് വിചാരിക്കുക. ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത് H+ എന്നും HCOO- എന്നുമാണ്. അതായത് ഇത്രയും ഭാഗം മൈനസ് ആയിട്ടും ഇതെന്തായിട്ടും മാറും, പ്ലസ് ആയിട്ടും മാറും. ഒരു 10 മോളിക്യൂൾ എടുത്താൽ അതിൽ ഒരു 7-8 എണ്ണം മാത്രം എന്തായിട്ട് മാറും, ഡിസോസിയേറ്റ് ചെയ്ത് അയോണുകളായിട്ട് മാറും. ബാക്കി 2-3 എണ്ണം എന്തായിട്ട് തന്നെ നിൽക്കുകയാണ്, ആസിഡായിട്ട് തന്നെ നിൽക്കുക. എല്ലാവരും ഡീകമ്പോസ് ചെയ്യത്തില്ല, കുറച്ച് പേര് ഡീകമ്പോസ് ചെയ്ത് ഞങ്ങൾ ഇതിലൊന്നും പെടുന്നതല്ലേ എന്നുള്ള ഭാവത്തിൽ മാറി നിൽക്കുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്താൽ അവരെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നല്ലേ വിളിച്ചേ. ഇത് കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുന്നോ? ഇല്ല, ഭാഗികമായിട്ട് മാത്രമേ ഉള്ളൂ ഡിസോസിയേഷൻ നടക്കുന്നത്. ദാറ്റ് മീൻസ് പാർഷ്യൽ അയോണൈസേഷൻ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. പാർഷ്യൽ ഡീകമ്പോസിഷന് വിധേയമാകുന്ന ഇലക്ട്രോലൈറ്റ് ആണ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അടുത്ത CH3COOH, ഇതും ഒരു 10 മോളിക്യൂൾ എടുത്താൽ ഒരു 6-7-8 എണ്ണം മാത്രം കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യത്തില്ല, കുറച്ച് പേര് മാത്രം എന്ത് ചെയ്യും, ഡിസോസിയേറ്റ് ചെയ്യും. ഇങ്ങനത്തെ ഇലക്ട്രോലൈറ്റ് ആണ് വീക്ക് ഇലക്ട്രോലൈറ്റ്. NH4OH, അമോണിയം ഹൈഡ്രോക്സൈഡ്, NH4+ OH- അപ്പോൾ ഇങ്ങനെ പാർഷ്യൽ അയണൈസേഷന് വിധേയമാകുന്ന ആൾക്കാരെ വിളിക്കുന്നു വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന്. ഓർഗാനിക് ആസിഡുകളെല്ലാം അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡുകളെല്ലാം, കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ COOH ഗ്രൂപ്പുള്ള ആസിഡുകളെ വിളിക്കുന്ന പേരാണ് കാർബോക്സിലിക് ആസിഡ്. ഈ കാർബോക്സിലിക് ആസിഡ് എല്ലാം വീക്ക് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിളാണ്. അതേപോലെ വീക്ക് ബേസുകളായ അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയയുടെ ഏത് കോമ്പൗണ്ട് ആയാലും അത് വീക്ക് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിളാണ്. ക്ലിയർ ആയല്ലോ? ഒരു സബ്സ്റ്റൻസ് വെള്ളത്തിലിടുന്ന സമയത്ത് അയോണുകളായിട്ട് മാറുമെങ്കിൽ അവരെ വിളിക്കുന്നു ഇലക്ട്രോലൈറ്റ് എന്ന്. രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റും ഉണ്ട്, വീക്ക് ഇലക്ട്രോലൈറ്റും ഉണ്ട്. എടുക്കുന്ന ആൾക്കാർ മൊത്തം അയോണുകളായിട്ട് മാറിയാൽ അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. എടുക്കുന്നതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ അയോണുകളായിട്ട് മാറിയുള്ളൂ എങ്കിൽ അതിനെ വിളിക്കുന്നു വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന്. ഓക്കെ. നെക്സ്റ്റ്, ഓസ്റ്റുവാൾഡ് ഡയലൂഷൻ ലോ. ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, കുറച്ച് പറയാനുണ്ട്. ഓസ്റ്റുവാൾഡ് ഡയലൂഷൻ ലോ. ഡൈല്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം ഒഴിക്കുക, വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുക. ദാറ്റ് മീൻസ് കോൺസെൻട്രേഷൻ കുറയ്ക്കുക. ഈ ഓസ്റ്റുവാൾഡ് ഡയലൂഷൻ ലോ പറയുന്നത് വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ കേസിലാണ്. വീക്ക് ഇലക്ട്രോലൈറ്റുകൾക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു ലോയാണ് എന്ത്? ഓസ്റ്റുവാൾഡ് ഡയലൂഷൻ ലോ. വീക്ക് ഇലക്ട്രോലൈറ്റ് തന്നെ വീക്ക് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? വീക്ക് ബേസും ഉണ്ട്. വീക്ക് ആസിഡും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? വീക്ക് ബേസും ഉണ്ട്. രണ്ട് പേരുടെ കേസിലും നമുക്ക് ഓസ്റ്റുവാൾഡ് ഡയലൂഷൻ ലോ പറയാൻ പോവാണ്. ശ്രദ്ധിച്ചോളുക. ഞാൻ ഒരു വീക്ക് ആസിഡ് എടുക്കുകയാണ്. ഉദാഹരണത്തിന് അസറ്റിക് ആസിഡ് CH3COOH ഡീകമ്പോസ് ചെയ്ത്, എല്ലാവരും ഡീകമ്പോസ് ചെയ്യുമോ? ഇല്ല, കുറച്ച് പേര് മാത്രമേ ഡീകമ്പോസ് ചെയ്യത്തുള്ളൂ. COO- എന്തുമായിട്ട് മാറും? H+ ആയിട്ട് മാറും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് വാട്ടറിൽ ഇടുന്ന സമയത്താണ് എന്തായിട്ട് മാറുന്നത്? അയോൺ ആയിട്ട് മാറുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് H+ എന്ന് എഴുതാം, അതല്ല എങ്കിൽ CH3COOH വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് ഒന്നുകിൽ നിങ്ങൾക്ക് CH3COO- എന്നും H2O കൂടെ ഇവിടുത്തെ Hഉം കൂടെ വന്നത് എന്തായിട്ട് മാറാം? H3O+ എന്നായിട്ട് മാറാം. അല്ലെങ്കിൽ മുമ്പേ ഞാൻ എഴുതിയ കണക്ക് CH3COO- എന്നും H+ എന്നും എഴുതിയാൽ മതി. നമ്മളിപ്പോൾ ഇവിടെ എഴുതുകയാണ് H3O+. H3O+ മീൻസ് H+ എന്നേ അർത്ഥമുള്ളൂ. ആസിഡിൽ നിന്ന് ഇറങ്ങിയ H+ എന്ന് മാത്രമേ ഈ H3Oയ്ക്ക്, വാട്ടറിൻ്റെ H2O അവിടെ ഉണ്ട്. എന്നിട്ട് ആസിഡിൽ നിന്ന് ഇറങ്ങിയ H കൂടെ ആകുമ്പോൾ അത് എന്തായിട്ട് മാറും? H3O+ ആയിട്ട് മാറുകയാണ്. ഓക്കെ ആണല്ലോ. ഇത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്, കംപ്ലീറ്റ് അയണൈസേഷന് വിധേയമാകത്തില്ല.
എത്രത്തോളം അയണൈസേഷന് വിധേയമായി എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോയാണ് ഓസ്റ്റുവാൾഡ് ഡയലൂഷൻ ലോ. ഓക്കെ ആണല്ലോ, ശ്രദ്ധിച്ചോണേ മക്കളെ. ഇവിടെ 1 മോൾ CH3COOH ഉണ്ടെന്ന് വിചാരിക്കുക. 1 മോൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. 1 മോൾ അസറ്റേറ്റ് അയോണും 1 മോൾ H3O+ അയോണുമാണ് ഉണ്ടാകുന്നത്. ഇനി ഞാൻ പറയുകയാണ്, ഇനിഷ്യലി എൻ്റെ കയ്യിൽ C കോൺസെൻട്രേഷനുള്ള അസറ്റിക് ആസിഡ് ഉണ്ട്. അസറ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? C ആണ്. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയമാണ് കോൺസെൻട്രേഷൻ. അപ്പോൾ ഇവിടെ എൻ്റെ കോൺസെൻട്രേഷൻ C ആണ്. വാട്ടറിൻ്റെ കോൺസെൻട്രേഷനും എന്ത് തന്നെയാണ്? C ആണ് അല്ലേ? ഇവിടെ അസറ്റിക് ആസിഡ് ഇല്ല, 0 ആണ്. ഇവിടെ വാട്ടർ ഇല്ല, ഇതും എന്താണ്? 0 ആണ്. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ പറയേണ്ട കാര്യമുണ്ടോ? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഇതുണ്ടാവുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരെ? ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ കിടന്നോട്ടെ. ഇനി റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലെത്തിയപ്പോൾ എത്രയോ നമ്മുടെ റിയാക്റ്റൻറ്റിൽ നിന്ന് ഡീകമ്പോസ് ചെയ്തു പോയി. വീക്കാണ്, കംപ്ലീറ്റ് ആയിട്ട് പോകത്തില്ല. സ്ട്രോങ് ആയിരുന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പോയേനെ. C ഉണ്ടെങ്കിൽ Cയും പോയി, അത് 0 ആയി പോയേനെ. പക്ഷേ ഇത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് അയോണായിട്ട് മാറിയില്ല. പാർഷ്യലി മാത്രമേ അയോണൈസേഷൻ നടന്നുള്ളൂ. എത്രയോ പോയി എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ് എന്നല്ലേ? എക്സ് പോയി. നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ പറഞ്ഞു ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്ത XA ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഇനിഷ്യൽ കോൺസെൻട്രേഷൻ C അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് C ആൽഫ അല്ലേ? ഇതൊന്നും മനസ്സിൽ വെച്ചോണേ. എക്സ് ഡീകമ്പോസ് ചെയ്ത് പോയ ആളുടെ എമൗണ്ട് എക്സ് എന്ന് പറയുന്നത് എന്താണ്? C ആൽഫയാണ്. നമ്മളത് ഓൾറെഡി കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ പഠിച്ചതാണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചതാണ്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിസോസിയേറ്റഡ് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ നമ്പർ ഓഫ് മോൾസ്. ഡിസോസിയേറ്റ് ചെയ്ത നമ്പർ ഓഫ് മോൾസ് എക്സ് ആണ്, ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഇവിടെ എന്തെന്നാണ് എടുത്തേ? C എന്നാണ് എടുത്തേ. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? C ആൽഫയാണ്. ഇതാ നോക്കിക്കോ മക്കളെ, ആദ്യം C കോൺസെൻട്രേഷൻ ഉണ്ട്. വാട്ടറിൻ്റെ കേസിൽ C കോൺസെൻട്രേഷൻ പറയണമെന്നില്ല, കാരണം വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ലിക്വിഡ് സ്റ്റേറ്റിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ 1 എന്നാണ് എടുക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. C ആണ്, ഇവിടെ 0 ആണ്. ഇക്വിലിബ്രിയത്തിൽ എത്തി. സിയിൽ നിന്നും എത്രയോ പോയി. സിയിൽ നിന്നും എത്ര പോയി? എക്സ് പോയി. ആ എക്സിൻ്റെ വാല്യൂ എത്രയാ? C ആൽഫയാണ്. C മൈനസ് എക്സ്, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ എഴുതാം, സിയിൽ നിന്നും എക്സ് പോയി. ഇപ്പോഴത്തെ കോൺസെൻട്രേഷൻ C മൈനസ് എക്സ് ആണ്. ഇവിടെയും C മൈനസ് എക്സ് ആണ്. ഇവിടെ 1 അസറ്റിക് ആസിഡ് പോയാൽ 1 അസറ്റേറ്റ് അയോൺ ഉണ്ടാവും, ദാറ്റ് ഈസ് എക്സ് ഉണ്ടായി. ഇവിടെയും എന്തുണ്ടായി? എക്സ് ഉണ്ടായി. H3O+ എന്തായി? എക്സ് ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ, എക്സിൻ്റെ വാല്യൂ എത്രയാ? C ആൽഫയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ C മൈനസ് C ആൽഫ, ഇവിടെയും C മൈനസ് C ആൽഫ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് C ആൽഫയാണ്, ഇവിടെ എക്സ് എന്ന് പറയുന്നത് C ആൽഫയാണ്. നമുക്ക് ഇത് ഇക്വിലിബ്രിയത്തിലുള്ള ഓരോരുത്തരുടെയും കോൺസെൻട്രേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kcക്ക് ഒരു ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്. കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ CH3COO മൈനസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H3O+ divided by concentration of reactant, that is concentration of CH3COOH into concentration of H2O. Clear ആയോ? equilibrium constant indication. Concentration of product divided by concentration of reactant ആണ്. ഇതാ നോക്കിയ മക്കളെ, ഇത് അയോണാണ്, ഇത് നമ്മളെടുത്ത ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും ഫിക്സഡ് ആണ്, കാരണം നമ്മൾ ഒഴിച്ച വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നതേയില്ല. പക്ഷേ വെള്ളത്തിൽ ഒഴിക്കുന്ന സമയത്ത് അസറ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യും. കാരണം അസറ്റിക് ആസിഡിൽ കുറേ എണ്ണ അയോണായിട്ട് മാറും, ബാക്കി അസറ്റിക് ആസിഡായിട്ട് നിൽക്കുന്നത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യും, അയോണിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യും. പക്ഷേ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുമോ? ഇല്ല. കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ചേഞ്ച് ചെയ്യത്തില്ല, കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ഓൾറെഡി ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്. ഞാൻ ഈ കോൺസ്റ്റൻറ്റിനെയും കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O വാട്ടർ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് CH3COO മൈനസ്
into concentration of H3O plus divided by concentration of CH3COOH അല്ലേ? ദാ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc, concentration of water it is also a constant. അപ്പോൾ Kc into concentration of water എന്താ നോക്കിക്കോ, Kc into concentration of water രണ്ട് കോൺസ്റ്റൻറ്റുകളുടെ പ്രോഡക്റ്റാണ്. ഇതിനെ ഞാൻ വേറൊരു കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കുന്നു, ദാറ്റ് ഈസ് Ka. കാരണം ആസിഡിൻ്റെ ഡിസോസിയേഷനാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പുതിയ കോൺസ്റ്റൻറ്റ് K ആണ്. ആസിഡിൻ്റെതായതുകൊണ്ട് ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു Ka. ഇതിനെ വിളിക്കാം ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ഓഫ് ആസിഡ്. ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ഓഫ് ആസിഡ് എന്നോ അല്ലെങ്കിൽ അയോണൈസേഷൻ കോൺസ്റ്റൻ്റ് ഓഫ് ആസിഡ് എന്നോ വിളിക്കാം. ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ഓഫ് ആസിഡ് എന്നോ അയോണൈസേഷൻ കോൺസ്റ്റൻ്റ് ഓഫ് ആസിഡോ ആണ് എന്തെന്ന് പറയുന്നത് Ka എന്ന് വിളിക്കുന്നത്. ഇതാ നോക്കിയേ, അങ്ങനെയാണെങ്കിൽ Kc ഇൻറ്റു വാട്ടറിന് പകരം നമുക്ക് കൊടുക്കാം Ka is equal to concentration of CH3COO minus into concentration of H3O plus divided by concentration of CH3COOH. ഇതല്ലേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. Therefore Ka is equal to concentration of CH3COOH, ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ C മൈനസ് സി ആൽഫ. ഈ C മൈനസ് സി ആൽഫയിൽ C കോമൺ അല്ലേ, അങ്ങനെയാണെങ്കിൽ C ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് എടുത്തൂടെ. C മൈനസ് സി ആൽഫയെ നമുക്ക് എന്തോ എടുക്കാം, C ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് എടുക്കാം. ഇവിടെ CH3COOHൻ്റെ കോൺസെൻട്രേഷൻ അത് C ആൽഫയാണ്, H3Oയുടെ കോൺസെൻട്രേഷൻ അതും എന്താണ് C ആൽഫയാണ്. അപ്പോൾ CH3COO മൈനസിൻ്റെ കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് C ആൽഫ. അടുത്ത H3Oയുടെ കോൺസെൻട്രേഷൻ ഇറ്റ് ഈസ് അഗെയിൻ C ആൽഫ ഡിവൈഡഡ് ബൈ CH3COOH അത് എത്രയാ C ഇൻറ്റു 1 മൈനസ് ആൽഫ. ഓക്കെ ആണല്ലോ, C ഇൻറ്റു 1 മൈനസ് ആൽഫ. Ka is equal to acid dissociation constant Ka is equal to C into C, C square ആണ്, ആൽഫ ഇൻറ്റു ആൽഫ സ്ക്വയർ ആണ് ഡിവൈഡഡ് ബൈ C ഇൻറ്റു 1 മൈനസ് ആൽഫ. C ക്യാൻസൽ. Therefore Ka is equal to C ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോ അനുസരിച്ച് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് Ka എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഇൻറ്റു ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫയാണ്. ക്ലിയർ ആയോ? ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് Ka ഈസ് ഈക്വൽ ടു C ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫയാണ്. എങ്ങനെയാണ് ചെയ്തു വന്നതെന്ന് നോക്കിയേ. ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോ വീക്ക് ഇലക്ട്രോലൈറ്റുകൾക്ക് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. വീക്ക് ഇലക്ട്രോലൈറ്റ് തന്നെ വീക്ക് ആസിഡ് ഉണ്ട്, വീക്ക് ബേസ് ഉണ്ട്. ആദ്യം ഓസ്റ്റ്വാൾഡ് ലോ പറയുന്നത് വീക്ക് ആസിഡിൻ്റെ കേസിലാണ്. നമുക്കറിയാം വീക്ക് ആസിഡ് ആയിക്കോട്ടെ വീക്ക് ബേസ് ആയിക്കോട്ടെ പാർഷ്യൽ അയണൈസേഷന് മാത്രമേ വിധേയമാകൂ. എത്രത്തോളം അയണൈസ് ചെയ്തു എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോ. ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് അസിറ്റിക് ആസിഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ CH3COO മൈനസും H3O പ്ലസുമായിട്ട് മാറുകയാണ്. ഇനിഷ്യലി കോൺസെൻട്രേഷൻ C ആണ് രണ്ടുപേരുടെയും, ആ സമയത്ത് പ്രോഡക്റ്റ് 0 ആണ്. ഇക്വിലിബ്രിയത്തിലെത്തിയപ്പോൾ സിയിൽ നിന്നും എക്സ് പോയി, ഇവിടെ സിയിൽ നിന്നും എക്സ് പോയി, ഇവിടെ എക്സ് ഉണ്ടായി. നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടുണ്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്ത മോളിക്യൂളുകളുടെ എണ്ണത്തെ അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്ത ആൾക്കാരുടെ എണ്ണത്തെ ആദ്യത്തെ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോൺസെൻട്രേഷനെ നമ്മൾ C എന്നെടുത്തു, അവിടെ നമ്മൾ A എന്നായിരുന്നു എടുത്തത്. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്നുള്ള കേസിൽ A ആണ് എടുത്തത്, ഇവിടെ C എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? C ആൽഫയാണ്.
ഈ കോൺസെൻട്രേഷൻ ടൈമിലെല്ലാം എക്സിന് വാല്യൂ കൊടുക്കുക. അപ്പോൾ സി മൈനസ് എക്സ്, സി മൈനസ് സി ആൽഫ. ആ സി മൈനസ് സി ആൽഫയെ സി ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് എഴുതി. ഇവിടെ സി മൈനസ് സി ആൽഫ, ഇവിടെ സി ആൽഫ, സി ആൽഫ. ഈ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തിയപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതാം. കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് എ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. അങ്ങനെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ നോക്കിയപ്പോൾ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ഫിക്സഡ് ആണ്. ആ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ കോൺസ്റ്റൻറ്റ്, പുതിയൊരു കോൺസ്റ്റൻറ്റ് കിട്ടി. അതിനെ വിളിച്ചു കെ എ, ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ആസിഡ്. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കെ എ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്നുള്ള ടേം അങ്ങ് മാറ്റി. സോ കെ എ ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റൻറ്റ്. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ സി ആൽഫ, അടുത്തതിൻ്റെ സി ആൽഫ ഡിവൈഡഡ് ബൈ സി ഇൻറ്റു 1 മൈനസ് ആൽഫ. സി ക്യാൻസലായി. ആൽഫ ഇൻറ്റു ആൽഫ ആൽഫ സ്ക്വയർ ആണ്. അപ്പോൾ സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന് വന്നു. നോക്കിയേ, ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കെ എ ഈസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫയാണ്. സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫയാണ്. ആൽഫയുടെ വാല്യൂ തരികയാണെന്ന് വെച്ചോ, ആൽഫ ഗിവൺ ആണ്, നമുക്ക് തന്നിട്ടുണ്ട്. ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഈ ആൽഫയുടെ വാല്യൂ 0.05 കുറവാണെങ്കിലോ അതല്ല 0.05 ആണെങ്കിലോ, ആൽഫയുടെ വാല്യൂ 0.05 കുറവാണെങ്കിലോ അതല്ല 0.05 ആണെങ്കിലോ 1 മൈനസ് ആൽഫ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് വളരെ ചെറിയൊരു വാല്യൂ അല്ലേ ആൽഫ. അപ്പോൾ ഒന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു വാല്യൂ ആണ് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 1 മൈനസ് ആൽഫയുടെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആൽഫയുടെ വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ നോക്കുക. ആൽഫയുടെ വാല്യൂ നോക്കുമ്പോൾ 0.05 അതിനേക്കാൾ താഴെയോ ആണെങ്കിൽ ഈ 1 മൈനസ് ആൽഫയ്ക്ക് പകരം എന്തെന്ന് കൊടുക്കണം? 1 എന്ന് കൊടുക്കണം. ആസ് എ റിസൾട്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ആസിഡ് കെ എ എന്ന് പറയുന്നത് എന്തിന് തുല്യമായിട്ട് വരും? സി ആൽഫ സ്ക്വയറിന് തുല്യമായിട്ട് വരും. 1 മൈനസ് ആൽഫ എന്തായിട്ട് എടുത്തു? 1 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ എ ഡിവൈഡഡ് ബൈ സി എന്ന് വരത്തില്ലേ? അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. Therefore, alpha is equal to root of Ka by Ce. പ്രോബ്ലം ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇതെല്ലാം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ എ ബൈ സി. നേരത്തെ നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എളുപ്പം അങ്ങ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അയണൈസേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂവും ഇനിഷ്യൽ കോൺസെൻട്രേഷനും തന്നാൽ നമ്മൾ എങ്ങനെയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കുന്നത്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ എ ഡിവൈഡഡ് ബൈ സി ആണ്. ഇൻ ദ കേസ് ഓഫ് ആൽഫയുടെ വാല്യൂ എപ്പോഴാണ്? 0.05 ആണെങ്കിൽ മാത്രം. ഓക്കെ, ഇനി ആൽഫയുടെ വാല്യൂ 0.05 കൂടുതലാണെന്ന് വിചാരിക്കുക. 1 മൈനസ് ആൽഫയെ നമുക്ക് 1 എന്ന് എടുക്കാൻ പറ്റത്തില്ല. 1 മൈനസ് ആൽഫ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കെ എ ഈസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ തന്നെയാണ്. ഇത് ഓർത്തോണേ. ആൽഫയുടെ വാല്യൂ തന്നാൽ ഏത് ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കും? സി ആൽഫ സ്ക്വയർ ഉപയോഗിക്കുമോ, സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ഉപയോഗിക്കുമോ? നോക്കണം. ആൽഫയുടെ വാല്യൂ 0.05 കുറവാണെങ്കിൽ കെ എ ഈസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ആണ്. ആൽഫയുടെ വാല്യൂ 0.05 കൂടുതലാണെങ്കിൽ കെ എയുടെ വാല്യൂ സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ തന്നെയായിരിക്കും. ഇനി ആൽഫയുടെ വാല്യൂ തന്നിട്ടില്ല, നിങ്ങൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? നമുക്ക് അറിഞ്ഞുകൂടാ ഇതിലേതാണ് ഉപയോഗിക്കേണ്ടത്. ആൽഫയുടെ വാല്യൂ തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കെ എ ബൈ സിയുടെ വാല്യൂ നോക്കണം. അതായത് ഇവിടുത്തെ കെ എ ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ ആൽഫയുടെ വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? കെ എ കാണും, കോൺസെൻട്രേഷൻ കാണും. കെ എ ബൈ സിയുടെ വാല്യൂ നോക്കുമ്പോൾ 25 × 10⁻⁻⁴ അതിനേക്കാൾ കുറവോ ആണെങ്കിൽ, കെ എ ബൈ സിയുടെ വാല്യൂ 25 × 10⁻⁻⁴ അതിനേക്കാൾ കുറവോ ആണെങ്കിൽ
ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഏത് ഇക്വേഷനാ? KA = C⁴² എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആൽഫയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേസമയത്ത് ഇതിൻ്റെ കൂടെ 1 - ആൽഫയും കൂടെ എടുത്താൽ നമുക്ക് തെറ്റും. KA/Cയുടെ വാല്യൂ ചെയ്ത് നോക്കുക. 25 × 10⁻⁻⁴ കുറവാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി KA/Cയുടെ വാല്യൂ 25 × 10⁻⁻⁴ കൂടിയാൽ -4 നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിക്കണം. ഏതാ? KA = C⁴² / 1 - ആൽഫ. മക്കളെ, ഇത് തൊട്ട് അങ്ങോട്ടേക്ക് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളായി പറയുന്നത്. എളുപ്പത്തിൽ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻസ് അറിഞ്ഞേ പറ്റത്തുള്ളൂ. ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് KA എന്ന് പറയുന്നത് C⁴² / 1 - ആൽഫയാണ്. ചില കേസിൽ KA = C⁴² മാത്രമാകും. ഈ C⁴² മാത്രം ആകുന്നത് എപ്പോൾ? ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ. ആൽഫയുടെ വാല്യൂ നമുക്ക് തരിക, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അത് 0.05 കുറവാണെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിലെ 1 - ആൽഫ വേണ്ട. ഇനി 0.05 കൂടുതലാണെങ്കിൽ ഡിനോമിനേറ്ററിലെ 1 - ആൽഫ വേണം. ഇനി നിങ്ങൾക്ക് ആൽഫയുടെ വാല്യൂ തന്നിട്ടില്ല, KAയും തന്നിട്ടുണ്ട്, അസോസിയേഷൻ കോൺസ്റ്റൻറ്റും തന്നിട്ടുണ്ട്, ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷനുമേ തന്നിട്ടുള്ളൂ. ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? KAയും Cയും കൂടെ ഡിവൈഡ് ചെയ്ത് നോക്കുക. 25 × 10⁻⁴ കുറഞ്ഞാൽ ആദ്യത്തെ ഇക്വേഷൻ, കൂടിയാൽ രണ്ടാമത്തെ ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ? ഇതാണ് ഓസ്റ്റ്വാൾഡ് ഡൈല്യൂഷൻ ലോ അനുസരിച്ച് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ആസിഡ്, അല്ലെങ്കിൽ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ആസിഡ്, അല്ലെങ്കിൽ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ആസിഡ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയേ? ഇനി നോക്കിയേ, ഇതുപോലെ തന്നെ നമ്മൾ വീക്ക് ആസിഡ് എന്നും വീക്ക് ബേസ് എന്നും പറഞ്ഞാൽ തുടങ്ങിയതല്ലേ? ഓസ്റ്റ്വാൾഡ് ഡൈല്യൂഷൻ ലോ ആർക്ക് പറയാം? വീക്ക് ബേസിന് പറയാം. വീക്ക് ബേസിന് എക്സാമ്പിളാണ് NH4OH. വീക്ക് ബേസാണ്. വാട്ടറിലിടുന്ന സമയത്ത് പാർഷ്യൽ അയണൈസേഷന് വിധേയമാകും. അതായത് 10 മോളിക്യൂൾ NH4OH എടുത്താൽ 3 എണ്ണമെങ്കിലും അയണൈസ് ചെയ്യാതെ നിൽക്കും. NH4OH അല്ലേ? NH4+ഉം OH- ആയിട്ട് മാറുകയാണ്. വാട്ടറിലിടുന്ന സമയത്ത് എന്തായിട്ട് മാറുക? NH4+ഉം OH- ആയിട്ട് മാറുകയാണ്. നമ്മൾ മുമ്പേ ചെയ്ത കണക്ക് ഇനിഷ്യലി ഇതിൻ്റെ കോൺസെൻട്രേഷൻ C ആണ്, ഇതിൻ്റെ കോൺസെൻട്രേഷൻ C ആണ്, ഇവിടെ 0 ആണ്. ഇക്വിലിബ്രിയത്തിലെത്തി, ഇവിടെ നിന്നും X പോയി. X എന്ന് പറയുന്നത് എന്താണ്? C⁴ അപ്പോൾ C - C⁴, ഇവിടെ C⁴ ഉണ്ടായി, ഇവിടെയും C⁴ ഉണ്ടായി. X ഉണ്ടായി എന്നാ അല്ലേ? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc ഇക്വേഷൻ എങ്ങനെയാ? Kc = കോൺസെൻട്രേഷൻ ഓഫ് NH4+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് NH4OH ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O. നമ്മൾ പറഞ്ഞു കോൺസെൻട്രേഷൻ ഓഫ് H2O എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ 1 ആണ്. 1 എന്ന് ചിന്തിക്കാം, കോൺസ്റ്റൻ്റ് ആണ്, മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ Kcയുടെ കൂടെ നമ്മുടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷനെയും കൂടെ കൊണ്ടുവരാം. Kc × വാട്ടറിൻ്റെ കോൺസെൻട്രേഷനെ നമ്മൾ വിളിക്കുന്നു പുതിയൊരു കോൺസ്റ്റൻറ്റ്. ഇപ്പം ഞാൻ പറയുന്നത് ആരുടെ കേസിലാണ്? ബേസിൻ്റെ കേസിലാണ്. മുമ്പേ ആസിഡിൻ്റെ കേസിൽ നമ്മൾ ആ കോൺസ്റ്റൻറ്റിനെ Ka എന്നല്ലേ എടുത്തേ? ഇത് ബേസ് ആയതുകൊണ്ട് നമ്മളതിനെ വിളിക്കുന്നു Kb എന്ന്. ഇതിനെ വിളിക്കാം ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ബേസ്, ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ബേസ്, അല്ലെങ്കിൽ ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്, ഓർ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ബേസ്, അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ബേസ്, അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ബേസ്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ പഴയതുപോലെ ഈ വാട്ടറിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി അതിനെ Kb എന്ന് കൊടുത്തു. നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? Kb = കോൺസെൻട്രേഷൻ ഓഫ് NH4+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് NH4OH.
ഓക്കെ. therefore Kb is equal to NH4 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാ? സി ആൽഫയാണ്. അപ്പോൾ സി ആൽഫ ഇൻറ്റു സി ആൽഫ ഡിവൈഡഡ് ബൈ NH4OHൻ്റെ കോൺസെൻട്രേഷൻ സി മൈനസ് സി ആൽഫ, ദാറ്റ് ഈസ് സി ഇൻറ്റു 1 മൈനസ് ആൽഫ അല്ലേ? സി ഇൻറ്റു 1 മൈനസ് ആൽഫ. സിയും സിയും ക്യാൻസലായി. കെ ബി ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കെ ബി ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. നേരത്തെ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കെ ബി ഇസ് ഈക്വൽ ടു സി ആൽഫ, കെ എ ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ആയിരുന്നു. ഇത് ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ബേസിൻ്റെ കേസിൽ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കെ ബി ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ഇവിടെ നിന്ന് നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാം. ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ആൽഫയുടെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ 1 മൈനസ് ആൽഫ നമുക്ക് കളയാം. അങ്ങനെയാണെങ്കിൽ സി ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബി എന്ന് വരത്തില്ലേ? സി ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഇൻറ്റു സി ഇസ് ഈക്വൽ ടു കെ ബി. ദെർഫോർ സി ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബി ബൈ സി. ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബി ബൈ സി. ഇതാണ് ശരിക്കും ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ലോ പറയുന്നത്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്, അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ്, ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ, സ്ക്വയർ റൂട്ട് ഓഫ് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ, സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ബൈ കോൺസെൻട്രേഷൻ. ഇതാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. വീക്ക് ആസിഡിൻ്റെയോ വീക്ക് ബേസിൻ്റെയോ കേസിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ലോ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കണ്ടുപിടിച്ച ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു? ഇലക്ട്രോലൈറ്റുകളെ രണ്ടായിട്ട് തിരിച്ചു, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നും വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നും. വീക്ക് ഇലക്ട്രോലൈറ്റുകൾക്ക് ഡിസോസിയേഷൻ ഭാഗികമായിട്ട് മാത്രമേ നടക്കൂ. വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ ഡിസോസിയേഷൻ എത്രമാത്രം നടന്നു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോയാണ് ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ലോ. അതിന് നിയമങ്ങളായിട്ട് ഇങ്ങനെ ലോയായിട്ടൊന്നും പറയാനില്ല. ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ലോ അനുസരിച്ച് ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും കണ്ടുപിടിക്കുന്നു. നിങ്ങളോട് പറഞ്ഞു നമുക്ക് രണ്ട് ഇക്വേഷനാണ്, ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആയിക്കോട്ടെ ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആയിക്കോട്ടെ, രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടും. ഡിനോമിനേറ്ററിലുള്ള 1 മൈനസ് ആൽഫ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആൽഫയുടെ വാല്യൂ വെച്ചിട്ടാണ്. ആൽഫയുടെ വാല്യൂ 0.05നേക്കാൾ കുറവാണെങ്കിൽ ഡിനോമിനേറ്റർ വേണ്ട. ആൽഫയുടെ വാല്യൂ 0.05നേക്കാൾ കൂടുതലാണെങ്കിൽ 1 മൈനസ് ആൽഫ അവിടെ വേണം. ഇനി ആൽഫയുടെ വാല്യൂ തന്നിട്ടില്ല, കെ എയും സിയും അല്ലെങ്കിൽ കെ ബിയും സിയുമാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇവരുടെ റേഷ്യോ എടുക്കുക. റേഷ്യോ എടുക്കുമ്പോൾ 25 × 10⁻⁴നേക്കാൾ കുറഞ്ഞാൽ 1 മൈനസ് ആൽഫ വേണ്ട. 25 × 10⁻⁴നേക്കാൾ കൂടിയാൽ 1 മൈനസ് ആൽഫ വേണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് pH അങ്ങനെ കുറേ ആസിഡിൻ്റെയും ബേസിൻ്റെയും പല പല ഡെഫിനിഷനുകൾ, എന്താണ് ബഫർ സൊല്യൂഷൻ, ഇതൊക്കെ കുറേ കാര്യമായിട്ട് പഠിക്കാനുണ്ട്. കുറേ പ്രോബ്ലംസ് ഇതിൽ നിന്ന് ചോദിക്കുന്നതാണ്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ല ഈസി ആയിട്ട് പഠിക്കും. ഇന്നിപ്പോൾ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഇത്രയായിട്ട് ഇന്ന് നിർത്തുകയാണ്. ഇതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസും ബാക്കി ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.